വിജയ് ചിത്രം ജനനായകന് തിരിച്ചടി. സിനിമയുടെ റിലീസിന് അനുമതിയില്ല. സെൻസർ ബോർഡ് അപ്പീലിലാണ്. മദ്രാസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവ്. വിഷയം സിംഗിൾ ബെഞ്ചിന് മുൻപിൽ ഉന്നയിക്കാൻ നിർദ്ദേശം. നിർമ്മാതാക്കളുടെ ഹർജി നേരത്തെ സുപ്രീം കോടതിയും തള്ളിയിരുന്നു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ജിഷ്ണു പറയൂ. ജിഷ്ണുവിലേക്ക് എത്താം. വിജയ് ചിത്രം ജനനായകന് തിരിച്ചടി. സിനിമയുടെ റിലീസിന് അനുമതിയില്ല. സെൻസർ ബോർഡ് അപ്പീലിലാണ്. മദ്രാസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവ്. ജിഷ്ണുവിലേക്ക്. ജിഷ്ണു പറയൂ. രോഹിണി, തമിഴ് സിനിമാ താരവും TVK മേധാവുമായിട്ടുള്ള വിജയുടെ ചിത്രം ജനനായകൻ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന പശ്ചാത്തലത്തിൽ ഏറ്റവും അവസാനമായി അഭിനയിക്കുന്ന ചിത്രം എന്നുള്ള രീതിയിൽ വലിയ പ്രചാരണം തമിഴ്നാട്ടിൽ നൽകിയ ചിത്രമാണ് ജനനായകൻ. ഇതിന് നേരത്തെ മദ്രാസ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പ്രദർശനത്തിന് അനുമതി നൽകിയിരുന്നു. പിന്നീട് ഡിവിഷൻ ബെഞ്ച് അതിന് സ്റ്റേ നൽകി. നിർമ്മാതാക്കളായിട്ടുള്ള KVN പ്രൊഡക്ഷൻസ് സുപ്രീം കോടതിയിലേക്ക് എത്തി. എന്നാൽ സുപ്രീം കോടതി മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കുന്ന വിഷയം, അതിനാൽ നിർമ്മാതാക്കളുടെ ഹർജി തള്ളുകയായിരുന്നു. ഇന്നിപ്പോൾ മദ്രാസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവാണ് പുറത്തു വന്നിട്ടുള്ളത്. വിജയ് ചിത്രം ജനനായകന് റിലീസിന് വേണ്ടി ഇനിയും കാത്തിരിക്കേണ്ടി വരും. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരിക്കുകയാണ്. ഇതിൽ സിനിമയ്ക്ക് അനുമതി നൽകുന്നതിന് സെൻസർ ബോർഡിന്റെ ഹർജി നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള സമയം നൽകിയിട്ടില്ല എന്ന് വാദം അംഗീകരിച്ചുകൊണ്ടാണ് മദ്രാസ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കുകയും ഹർജി പുതുതായി പരിഗണിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. വിശദമായ വാദം വീണ്ടും ജനനായകന്റെ റിലീസുമായി ബന്ധപ്പെട്ട് നടക്കും. അതിൽ സിനിമയുടെ നിർമ്മാതാക്കൾക്കും ഒപ്പം സെൻസർ ബോർഡിനും വിശദമായ വാദം മുൻപോട്ട് വയ്ക്കാൻ സാധിക്കും. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.